ഇന്ന് ഞാനും എൻ്റെ ബ്രദറും കൂടി വേനപ്പാറ സ്കൂളിലെ HMനെ വരയ്ക്കണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. 2 ദിവസം മുന്നേ ഞാൻ ബസ്സിലൂടെ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നല്ല രസമുള്ളൊരു ബസ് സ്റ്റോപ്പ് കണ്ടിനി. അപ്പം ഞാൻ വിചാരിച്ച് അവിടുന്ന് ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ അത് ഇത്ര പെട്ടെന്നാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നിറച്ച് ബോഗൺവില്ലുള്ള ഒരു വീടിന് മുമ്പിൽ നിന്ന് ചെറിയൊരു ഷോട്ട് എടുക്കാമെന്ന് കരുതി ഞങ്ങൾ നടന്ന്. അങ്ങനെ പോകുമ്പോഴാണ് റോഡ് സൈഡിൽ ഒരു 4-5 കാക്കകൾ എന്തോ ഒന്നിനെ കൊത്തുന്നത് കണ്ടത്. അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ചെറിയൊരു തത്തമ്മക്കുട്ടിനെ കണ്ട്. കാലിന് ചെറിയ എന്തോ പരിക്ക് പറ്റിയ പോലെ ഉണ്ടായിരുന്നു. പേടിച്ചിട്ടാന്ന് തോന്നുന്നത് ആശ നല്ല കൊത്തലേനു. അതിനെ അവിടെ ഇട്ട് പോരാൻ തോന്നാത്തതുകൊണ്ട് അതിനെയും കൊണ്ട് ഞങ്ങൾ നടന്ന്. കയ്യിൽ തത്തമ്മക്കുട്ടി ഉണ്ടായതുകൊണ്ട് വിചാരിച്ച പോലെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഏത് കണ്ടീഷനിലും അതിനനുസരിച്ച് വീഡിയോ എടുത്ത് തരുന്ന ക്യാമറമാൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്ര പേടിയൊന്നുമില്ല അതിന്. ഇനി വീഡിയോ എടുത്തൊക്കെ മതിയെന്നും പറഞ്ഞ് ഞാൻ നടന്ന്. സഞ്ചരിക്കുന്ന വിക്കിപീഡിയ ആയ നമ്മളെ ബ്രോ ഈ കിളീനെ കണ്ട പാടെ പറഞ്ഞിനി ഇതിൻ്റെ പേര് വൈറ്റ് ചീക്കഡ് ബാർബറ്റ് എന്നാണ്, അഥവാ ചിന്നക്കുട്ടുറുവൻ. അങ്ങനെ നമ്മൾ ഗ്രാമപ്രദേശത്ത് നിന്നും നഗരപ്രദേശത്തിലേക്ക് എത്തി. എനിക്ക് നേരെ ഡ്യൂട്ടിക്ക് കയറാനുള്ളതുകൊണ്ട് ചിന്നക്കുട്ടുറുവനെ എന്താക്കുന്നതിനു ചിന്ത. പുഴയും ബസ് സ്റ്റാൻഡും ഒക്കെ താണ്ടി നമ്മൾ പോണത് പെറ്റ് ഷോപ്പിൽ കാണാൻ. ചെറിയ കുഞ്ഞുകിളി ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് പോലും എടുത്തു തന്ന്. അതിനുശേഷം ഞാൻ ജോലി സ്ഥലത്തേക്ക് പോയി. തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ വിളിച്ച് ചോദിക്കുന്നത് നമ്മൾ സജിന മെയിനാണ്. ഓളെ ഫോട്ടോ തിരിട്ടില്ലെങ്കിൽ ഓൾ ചിലപ്പോൾ ഈ വീഡിയോക്ക് ഡിസ്ലൈക്ക് അടിച്ചാളും. തൽക്കാലത്തേക്ക് നമ്മളെ ചിന്നക്കുട്ടുറുവനെ ഒരു പെട്ടിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ബഷീർഖാനോട് ഒരു പെട്ടി ചോദിച്ചു. ഇത് കേട്ട പാടന്നെ ബഷീർഖാൻ 2025 കലണ്ടറൊക്കെ വലിച്ച് കീറി പെട്ടിനുള്ളിൽ സെറ്റാക്കി നമുക്ക് എടുത്തു തന്നെ. ചിന്നക്കുട്ടുറുവൻ പക്ഷേ പെട്ടിയിലേക്ക് പോകണില്ല. അതിൻ്റെ ചുണ്ട് വെച്ചിൻ്റെ കൈമൽ മുറുക്കി കൊത്തി പിടിച്ചിരിക്കേനു. ചിന്നൊക്കെ കൊടുക്കാൻ ഫ്രഷ്ടെടുത്ത ചേച്ചിമാരൊക്കെ പഴമൊക്കെ എടുത്തു തന്നു. നല്ലൊരു കൊത്ത് ചേച്ചിക്കും കിട്ടി. ഇപ്പുറത്ത് ചിന്നത്തത്തയും അപ്പുറത്തുനിന്ന് രാജിത്തത്തയും കൂടിയാണ് പഴം തിന്നുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിറ്റേന്ന് രാവിലെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് തുറന്ന്. ചിന്നക്കുട്ടുറുവൻ്റെ ഇന്നലത്തെ കുറുമ്പൊന്നും ഇന്ന് കണ്ടില്ല. ഈ പൗഡറിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പെറ്റ് ഷോപ്പിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെ ഇന്നുമോള് വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായിപ്പോയി. പിന്നെ കുറച്ച് പൗഡറൊക്കെ ഇട്ടെങ്കിൽ സെറ്റാക്കി കൊടുത്ത്. ചിന്നക്ക് ഇന്ന് പറക്കാൻ പറ്റുമെങ്കിൽ പറത്തി വിടാനാണ് വിചാരിച്ചത്. അങ്ങനെ അടുത്തുള്ള വയലിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരൊറ്റ പറന്ന് പോകല. വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമല്ല വന്നത്. HMനെ വരയ്ക്കണ വീഡിയോ എടുക്കാൻ പോയാൽ നമുക്ക് കിട്ടിയത് കുഞ്ഞിക്കിളിൻ്റെ ക്യൂട്ട് വീഡിയോയും നല്ലൊരു ഹാപ്പി എൻഡിങ്ങുമാണ്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.